ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ജീവിത പങ്കാളിക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്നറിഞ്ഞിട്ടും നമ്മള് പുള്ളിയുമായിട്ടുള്ള ബന്ധത്തില് വീണ്ടും തുടരുക എന്ന് പറയുന്നത് ഒന്നുകില് നമ്മുടെ ഗതികേട് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആളുടെ അത്രയും സ്നേഹം ഉണ്ടാവണം, അല്ലെ? പക്ഷെ ഈ ഗതികേട് കാരണം കൊണ്ട് ഒരു പരസ്ത്രീ ബന്ധമുള്ള ഒരു പുരുഷനെ സഹിക്കേണ്ടി വരുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ അത് ഭയങ്കര പൊട്ടയാ. ഏഹ് അപ്പോ അങ്ങനത്തെ ഒരു ലേഡിയുമായിട്ട് എനിക്കിന്ന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അവരെന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് വേറെ നിവൃത്തിയില്ല. കാരണം ഞാന് നല്ലൊരു പ്രൊഫഷനൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ എനിക്കിനി ജോലിക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഇല്ല. എനിക്കാണെങ്കിൽ പ്രായമായ കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റില്ല. അതുകൊണ്ട് ഇനി ഉള്ള പോലെ കൊണ്ട് പോട്ടെ. ഏഹ് ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ, ഒഴിവാക്കി പോയേനെ എന്ന് പറയാം. പിന്നെ മക്കൾ ആലോചിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്, മക്കൾക്ക് ഒരു ഫാമിലി ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാന്ന് പറഞ്ഞു. അപ്പോ സംസാരിച്ചതിന് ശേഷം പുള്ളിക്കാരത്തി പറഞ്ഞു, നിങ്ങൾ ഈ കാര്യം നിങ്ങളുടെ വീഡിയോയിൽ പറയണം, ആർക്കെങ്കിലും ഉപകരിക്കട്ടെ, പക്ഷേ എന്റെ പേര് പറയരുത് കാര്യങ്ങൾ. അപ്പൊ ഇവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ കുടുംബജീവിതം വീണ്ടും വഷളാവും എന്നുള്ള കാരണം കൊണ്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മള് ഒരു പെണ്ണിന്, ഒരു നിരാലംബയായ ഒരു പെണ്ണിന് ഒരു ആണിന്റെ സഹായമില്ലാതെ ഒരു പെരുവഴിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോ എങ്ങനെ കരകയറാം എന്നുള്ളത് അടിപൊളിയായിട്ട് കാണിച്ചു തന്ന് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു ലേഡി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇതേമാതിരി വല്ല പെണ്ണുങ്ങളേക്കും വളരെ ബുദ്ധിമുട്ടി അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കണം. കാരണം അത് പ്രത്യേകിച്ച് ഇപ്പൊ കാനഡ ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, എവിടെയാണെങ്കിലും അത് ഉപകരിക്കും. അതുകൊണ്ടാണ് ഞാൻ കാനഡയിൽ വന്നൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പരിചയപ്പെട്ട ഒരു ഫാമിലിയാണിത്. ആ ഫാമിലി എന്ന് പറഞ്ഞാല് ഭാര്യ, ഭർത്താവ്, ഒരു കുട്ടി അടങ്ങുന്ന ഫാമിലി ആയിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും, രണ്ടുപേരും നാട്ടില് നേഴ്സായിട്ട് വർക്ക് ചെയ്താണ്. അപ്പോൾ ഏകദേശം എന്താ പറയാ, നമ്മുടെ നല്ല സാമ്യമുള്ള ടേസ്റ്റുകൾ അവരെല്ലാ കാര്യങ്ങളും. കാരണം വൈഫ് ജോലിക്ക് പോയില്ല, കൊച്ചിനെ നോക്കാൻ വേണ്ടിയിരിക്കുന്നു. എന്റെ ഭാര്യ അങ്ങനെ തന്നെയാ. അപ്പൊ അങ്ങനെയൊക്കെയും ഇതാണ്. അപ്പോ നല്ല രീതിയിൽ പെട്ടെന്ന് ഭയങ്കര ബോണ്ടിങ് ആവാന്ന് പറയില്ലേ, ഭയങ്കര ക്ലോസ് ആയി. അപ്പോ വളരെ നല്ല സ്വഭാവവും. പിന്നെ അന്ന് അവര് താമസിക്കുന്ന ഒരു ബേസ്മെന്റിലാ. ജോലി അറിയാലോ, ലൈസൻസ് ഒക്കെ എടുത്ത് വരാനായിട്ട് സമയം എടുക്കും. അപ്പൊ വേറെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ആ സമയത്ത് ആ ഒരു ഇല്ലായ്മയിൽ കൂടി ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക. ഞങ്ങളെക്കാട്ടും കൂടുതൽ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ട്രക്കിൽ ഒറ്റയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു മൊത്തം കാർ എടുത്ത് ഫുൾ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുക. ഭയങ്കര ലവിങ് ആയിട്ടൊരു ഫാമിലി. ആ സമയത്ത് തന്നെ US ഒക്കെ അങ്ങനെ രാജ്യങ്ങൾ കാണാൻ വേണ്ടി ട്രിപ്പ് പോവാ, സകല പരിപാടിയുള്ള ഒരു ഫാമിലിയാണ്. ഭയങ്കര എനർജി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി, ഭയങ്കര ഇതാ. ആർക്കായാലും പെട്ടെന്ന് നമുക്ക് കണ്ടാൽ നമുക്കൊരു അസൂയ തോന്നും. അങ്ങനത്തെ ഒരു കപ്പിൾസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവര് കുറെ കാലം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ ചെക്കൻ എന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ ഭാര്യയുടെ കുറ്റങ്ങൾ പറഞ്ഞു തുടങ്ങി. അവൾക്ക് എന്നെ ചെറിയ ഡൗട്ട് ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ടേക്കും. അപ്പൊ ഞാൻ പറഞ്ഞേ, അതൊക്കെ എല്ലാ ജീവിതത്തിലേക്കും ഉള്ളതാണ്, ചെറിയ കറിപിടി കിരിപിടിക്കും, അത് മൈൻഡ് ചെയ്യണ്ട, വണ്ടി പോട്ടാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കൂടി കൂടി വന്നപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇവനെ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി ഈ പെണ്ണിന്റെ അടുത്ത് നിന്ന് നമ്മളേക്ക് ഒരു ഗ്യാപ്പ് വരും നമുക്ക്. അപ്പോ ഞങ്ങളുടെ 6 ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്ന് മൊത്തത്തിൽ പൊതുവായി പുള്ളിക്കാരത്തേക്ക് ഒരു ഗ്യാപ്പായി. ആരും ഇവരധികം കോണ്ടാക്ട് ചെയ്യണ്ടായി, റിസ്ക് എടുക്കണ്ടല്ലോ വെച്ചിട്ട്. അങ്ങനെ ഇങ്ങനെ പോയി 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 ഒരു സുപ്രഭാതത്തില് എന്റെ ഭാര്യയുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒരു ഇതും ഇല്ല, ഒരു ലോഡ് ചാറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്യുമെന്റ് പോലെ സാധനം എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ സാധനം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചോളോ, എനിക്ക് എന്തെങ്കിലും പെറ്റാണെന്ന് വെച്ചെങ്കിൽ ഇത് പോലീസിന് കൊടുത്തോളൂ എന്ന് പറയണം. അപ്പൊ അങ്ങനെ ഈ സാധനം എന്റെ ഭാര്യ എനിക്ക് കൊണ്ട് കാണിച്ചു തന്നപ്പോ എന്താണെന്ന് വെച്ചെങ്കില് ഇപ്പൊ ഈ പറഞ്ഞ ഭർത്താവ് എന്ന് പറഞ്ഞ മുതലിന് ഒരു പുറത്തൊരു പണി നടപ്പുണ്ട്. അതായത് ഒരു ഇല്ലീഗൽ അഫെയർ നടപ്പുണ്ട്. അവര് തമ്മിൽ ചാറ്റ് ചെയ്ത സാധനം ഈ പുള്ളിക്കാരത്തി എങ്ങനെയോ പിന്നാലെ നടന്നെന്ന് പറഞ്ഞ മാതിരി ഫോണ് കിട്ടിയ വശം തപ്പി പിടിച്ചെടുത്ത് കംപ്ലീറ്റ് സാധനം ബാക്കപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചേക്കുക. അപ്പോ ഈ ഇതുകൂടി കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായി, കള്ളം കപ്പലിൽ തന്നെ കിടക്കണം, വെയില് തന്നെയാണ് വിളവ് തിന്നണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പോയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോഴേക്കും ഈ പ്രശ്നം ചെറുതായിട്ട് ഇങ്ങനെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട വന്നില്ല. ഞാൻ പോയിട്ട് കറക്റ്റ് കാര്യം പറഞ്ഞു എന്നോട്, മോനെ
ഈ സാധനം നമുക്കറിയാം, ഇതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഒരു പണി രണ്ടും കൂടി നടക്കില്ല. നിനക്കൊരു ഫാമിലി ഉണ്ട്. അതും ഏറ്റവും തമാശ ആ സമയത്ത് ഇവന്റെ ഭാര്യ രണ്ടാമത്തെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് രണ്ട് വഞ്ചിയിൽ നീ ഇടപെട് ചെയ്യരുത്. ഇത് കാനഡയാണ് സ്ഥലം. അത്രയും വലിയ പരാക്രമം ഉണ്ടെങ്കിൽ വല്ല കാശ് കൊടുത്ത് പുറത്തോട്ട് കാര്യം നടത്തിയും കുഴപ്പമില്ല. കുടുംബം നീ തകർക്കരുത്. ഞങ്ങളൊക്കെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണ്. നീ നല്ല ഫാമിലി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതില് നിനക്ക് സ്ഥാനം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി സംഭവം അഡ്മിറ്റ് ചെയ്തു. കാരണം ഇത് പ്രൂഫ് ഞാനവിടെ കാര്യം പറഞ്ഞപ്പോ മിണ്ടാട്ടില്ല. അപ്പൊ ഇതൊക്കെയും കഴിഞ്ഞാണ്ട് പറഞ്ഞു, ഇതിനൊരു ഭാര്യ ഒരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ട് നിന്റെ കൂടെ വരുന്ന ഒരു പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും എന്ത് ഇതാക്കിയിട്ടും അതിനെ സ്നേഹത്തിന് വരെ പുതപ്പൊന്നിട്ട് പുതയ്ക്കാൻ നോക്കണ്ട മോനെ എന്ന് പറഞ്ഞു. അത് ഇവര് നാട്ടിൽ ലവ് മാരേജും കൂടിയാ. അപ്പൊ ഇത്രയും കൂടി ആയ സ്ഥിതിക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണുണ്ട് അവര് ജീവിതം. അപ്പൊ ഇതൊക്കെ പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ഒരു അടുപ്പ അവിടെയാണ് അവസാനിക്കുകയാണ്. പക്ഷേ ഈ പെണ്ണ് പിന്നെ ഞങ്ങളെ വിളിക്കാണ്ടായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഇവരുടെ പ്രസവം നടക്കണു, കൊച്ചിന്റെ മാമോദീസ, അങ്ങനത്തെ കാലൊക്കെ നടക്കുന്നുണ്ട്. നമ്മളാരും ഒന്നും അറിയണില്ല, നമ്മളാരും വിളിക്കണില്ല. എങ്ങനെ ക്ലോസ് ആയിട്ട് നിന്ന ആൾക്കാരെ ആലോചിക്കണം നമ്മള്. പിന്നീട് അങ്ങോട്ട് മാറിപ്പോയി. ഓക്കെ ഫൈൻ പോട്ടെ, എന്നാൽ നമുക്കത് ചുവാവില്ല, അങ്ങനത്തെ കേസ് നമ്മൾ പിടിക്കില്ല. അങ്ങനെ ഇങ്ങനെ പോയി. ഒരു സുപ്രഭാതത്തിൽ ഈ കുട്ടി നമ്മളെ വിളിക്കാണ്, ചേട്ടാ ഇതുണ്ട്. അപ്പോ അവൻ പറഞ്ഞു, ഈ മാസത്തെ വാടക കൊടുത്തിട്ടുണ്ട്, ഈ മാസം അവസാനം ഇവിടുന്ന് ഇറങ്ങിയേക്കണം, ഞാൻ ഇന്ന് ഇവിടുന്ന് പോവാണ്, നീ നിന്റെ കാര്യം എന്താ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി എന്ന് പറയുന്നോട്. അപ്പോ സംസാരിച്ച് പിടിച്ചു വന്നപ്പോ മനസ്സിലായി എന്താ വെച്ചെങ്കില് ഈ കൊച്ചിന്റെ ഫോൺ നമ്പർ മറ്റേ ചാർജ് ചെയ്ത് കൊടുക്കല് സകല പണി ഇവനായിരുന്നു. ഇവര് ഇവിടെ വന്നിട്ട് ഭർത്താവ് ജോലിക്ക് പോകണം, ഭാര്യ ജോലിക്ക് പോകണില്ല. ഒരു കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഈ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ബസ് കയറി പോലും ഒറ്റയ്ക്ക് എവിടേക്ക് പോകണ്ടെന്ന് ഒരു ധാരണയില്ലാത്ത ലെവലിൽ പെണ്ണ് നിൽക്കണേ. അപ്പോ പെരുവഴിയില് ഇട്ടുപോയ പോലെ, അതായത് ഒരു കുട്ടി വലിയ കുഴപ്പമില്ലാത്ത പ്രായമുള്ള ഒരു കുട്ടിയും ഒരു കൈക്കുഞ്ഞും ഉൾപ്പെടെ അങ്ങനെ പെട്ടു. കഷ്ടത്തിനായില്ലേ. ഒരു മാസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആദ്യം താമസിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ ഇവിടെ ഒരു ആന്റി ഉണ്ട്. ആന്റിയുടെ കുറച്ച് പൈസക്ക് അറേഞ്ച് ചെയ്തിട്ട് ഒരു അപ്പാർട്ട്മെന്റ് എടുക്കാനുള്ള ശ്രമമായി ഞങ്ങള്. അപ്പൊ ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് അറിയാലോ, കാനഡയിൽ താമസിക്കാൻ സ്ഥലം കിട്ടില്ല. പക്ഷെ ആ അപ്പാർട്ട്മെന്റിന്റെ കെയർ ടേക്കർ ഒരു സിംഗിൾ മദർ ആയിരുന്നു. അപ്പൊ സംസാരിച്ച് പിടിച്ചു വന്നപ്പോ ഇതാണെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു 2 മാസം ഡെപ്പോസിറ്റ് കാനഡയ്ക്ക് ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം അതെടുത്തു. ഒപ്പം കേസ് നടക്കണം. ഇവളുടെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല കേസ് നടത്താനായിട്ട്. അപ്പൊ നമ്മള് ഇത് അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ ലീഗൽ എയ്ഡ് ഫ്രീ ആയിട്ട് ഇവിടെ ലീഗൽ എയ്ഡ് കിട്ടും, അതിന് ഉള്ള ഇൻഫർമേഷൻസ് കൊടുത്തു. അങ്ങനെ ഗൂഗിളിൽ നിന്ന് ഓരോന്ന് തപ്പി ഈ പെണ്ണ് ഒന്നേന്നല്ല മൈനസ് ചെയ്ത് ഒറ്റയ്ക്ക് തുടങ്ങാണ്. ആ 8 കൊല്ലം ഉണ്ടായിരുന്ന ഭർത്താവ് എന്ന് പറയുന്ന മിടുക്കാൻ പൊടി നട്ടിട്ട് പോക്കാണ്ട് പോയി. എന്നിട്ട് ഈ പെണ്ണ് ഒറ്റയ്ക്ക് കിടന്ന് നടക്കുകയാണ്. അങ്ങനെ ഈ കേസ് ബുക്കാറ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ പുള്ളിക്കാരത്തി ഒരു PSW കോഴ്സ് പോയി. ഇവിടെയാണ് ഞാൻ പറയണത്, കാനഡ എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസിന്റെ നാടാ. എല്ലാ നാട്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മൾ കണ്ടെത്തണം. അങ്ങനെ പുള്ളിക്കാരത്തി ആ കോഴ്സ് ചെയ്തു. ആ കോഴ്സ് കഴിഞ്ഞു. നേരെ ചൊവ്വേ എന്താ പറയാ ഒരു സ്ഥലത്ത് ജോലി കയറി. വീട്ടിന് കുറച്ച് ദൂരം പോകേണ്ട സ്ഥലമാണ്. ബസ് കയറി മെനക്കെട്ടിട്ട് അത് പോയി. കാരണം പുതിയ ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പമില്ലല്ലോ. അങ്ങനെ അവര് പോയി. അപ്പൊ ആ സമയത്തേക്ക് എന്ന് പറഞ്ഞാല് ഇവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, പെൺപിള്ളേരായിരിക്കും. അവര് വന്നിട്ട് വീട്ടിലിരിക്കും ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഇവരുടെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, അവൻ വന്നിടയ്ക്ക് വീട്ടിലിരിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കണക്കിന് മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പുള്ളിക്കാരത്തി ജോലിക്ക് കയറി. പുള്ളിക്കാരത്തി സ്വന്തമായി ഏൺ ചെയ്ത് വാടക അടച്ചു തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്ന് എന്തിനു പറയണു, ഞാൻ വരെ ഇടയ്ക്കൊരു ആവശ്യം വന്നപ്പോ ഒരു $12,000 കടം മേടിക്കേണ്ട അവസ്ഥയ്ക്ക് എത്തി കാര്യങ്ങൾ. അത് ആലോചിച്ച് നോക്കുക നിങ്ങള്. എവിടെ കിടന്ന ഒരു പെണ്ണെന്ന് ആലോചിക്കുക. എന്നിട്ട് തീർന്നിട്ടില്ല, അവളുടെ ഒരു മൈൽ സ്റ്റോൺ തീർന്നിട്ടില്ല, ഇനി കിടക്കാൻ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞു. അപ്പൊ എപ്പോഴും നമ്മളായിട്ട് വിളിക്കും. അപ്പൊ ഞാൻ പറയും അടുത്തത് ഇന്ന സ്റ്റെപ്പ് ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ആ കാര്യങ്ങൾക്ക്. അങ്ങനെ ഇത് ചേക്ക് വീട് ഒരെണ്ണം മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട് ഒരെണ്ണം മേടിക്കണം, ഇങ്ങനെ നടന്നാൽ പോരാ, നമുക്ക് അടുത്ത ടാർജറ്റ്. കാരണം ലൈഫിൽ ഇങ്ങനത്തെ ടാർജറ്റ് വരുമ്പോ പഴയ കേസൊന്നും തലേ വരില്ല. അല്ലെങ്കിൽ എന്താണ് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഡിവോഴ്സ് കഴിഞ്ഞിട്ടും 1 കൊല്ലം കഴിഞ്ഞിട്ട് എപ്പോ വിളിക്കുമ്പോഴും ഈ കരച്ചില്ല അപ്പൊ അതായത് സംഭവം നമ്മൾക്ക് ഇങ്ങനെ ഇത് പറയണ്ടെങ്കിൽ ഓരോ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ.
ഇത്ര വർഷം കൂടെ ആൾ ചതിച്ചിട്ട് പോയില്ലേ എന്നുള്ള ആ ഒരു സാധനമാണ് ഇതിന്റെ ബുദ്ധിമുട്ട് വരണത്. അപ്പൊ നമ്മള് ആദ്യം ആശ്വസിപ്പിച്ച് പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ടു. ഒരാൾ മരിച്ചാൽ പോലും കണ്ട കൊല്ലം ആർക്കും ഇവിടെ വിഷമം ഉണ്ടാവില്ല. പിന്നെയാണ് ഇതിനെ ചതിച്ചിട്ട് പോയടുത്തെന്നും കൊണ്ട് അങ്ങനെ മെക്കെട്ട് കയറിയിട്ട് കുറേയൊക്കെ അങ്ങനെ ചവിട്ടി താത്തി അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വീട് മേടിക്കണം, കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് ഇൻവോൾവ് ചെയ്തു. എന്തിനു പറയണോ, ഒരു 6-7 മാസം മുമ്പ് പുള്ളിക്കാരത്തി പുതിയ വീട്ടിലേക്ക് താമസം മാറി. എങ്ങനെ ഇരിക്കണേ? 8 കൊല്ലം ഒരു ആണൊരുത്തന്റെ കൂടെ നടന്നിട്ടും നടക്കാത്തൊരു കാര്യം ഈ മാരണം ഇവളുടെ തലേന്ന് പോയപ്പോ ഇവൾക്ക് കിട്ടി. അപ്പൊ നമുക്ക് ചില ആൾക്കാർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഗുണം ചെയ്യില്ല, മനസ്സിലായണ്ട? അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ഈ സാധനം പോണ്ടതായിരുന്നു, അത് പോയി കഴിഞ്ഞപ്പോ നിനക്ക് ദൈവം നല്ലത് തന്നതണ്ട. അപ്പോ ആദ്യമേ മനസ്സിലാക്കുക നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മൾ ജയിച്ചു നിൽക്കുന്നവരാണോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും നമുക്ക് പലർക്കും. അപ്പൊ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതുണ്ടോ, അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് നിൽക്കുകയാണോ എന്നറിയണമെങ്കിൽ നമ്മൾ താഴ്ത്തിക്ക് നോക്കണം. ഇതിങ്ങനെ താഴ്ത്തിക്ക് നോക്കിയാൽ പറ്റില്ല, നമ്മളെക്കാട്ടും താഴെ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് കാണുമ്പോൾ ചിന്തിച്ചാൽ മതി. അതായത് അതിനകത്ത് ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഇന്ന് കാലത്ത് എഴുന്നേറ്റിട്ട് നിങ്ങൾ എഴുന്നേറ്റോ? ലോകത്ത് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ വിജയിച്ചു, ഓക്കെ, നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കിടന്നുറങ്ങി കണ്ണു തുറക്കുമ്പോ നിങ്ങളുടെ മുകളിൽ റൂഫ് ഉണ്ടോ, സീലിംഗ് ഉണ്ടോ, അതായത് ഒരു വീടിനകത്താണോ കിടക്കണേന്ന് ചോദിക്കണേ. അതാണെങ്കിൽ അവിടെയും നിങ്ങൾ വിജയിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം, മര്യാദയ്ക്ക് കഴിക്കാനുള്ള മിനിമം ഭക്ഷണം ഉണ്ടോ, യു ആർ ലക്കി. കാരണം അതിനനുസരിച്ച് ആൾക്കാർ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ പുള്ളിക്കാരത്തോട് പറഞ്ഞു, നീ വാടക വീട്ടിലായിരുന്നു, ഇപ്പോഴും നിന്നെ ഉപേക്ഷിച്ച് പോയി കെട്ടിയവൻ മിക്കവാറും വല്ല വാടക വീട്ടിലും കിടക്കണ്ടാവും, നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ നീ ഒറ്റയ്ക്ക് ഒരാണൊരുത്തം ചെയ്യണേക്കാട്ടും അന്തസ്സായിട്ട് നീ കാര്യങ്ങൾ നടത്തുന്നുണ്ട് മോളെ. സോ നീ വിജയിച്ച് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ഇതുപോലെ നിൽക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരിക്കും. ഏതൊരു പാർട്ട്ണർക്കാണെങ്കിലും സ്വന്തം ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറൊരു അഫെയർ, വേറൊരു റിലേഷൻ എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റുന്ന കാര്യമില്ല. കാരണം എന്താ വെച്ചാല് ഈ മാരേജ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് അല്ല, ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം. നമ്മളങ്ങ് കമ്മിറ്റ് ആവാണ്. അപ്പൊ ആ ഉത്തരവാദിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരാളുടെ കൂടെ ജീവിച്ച് നമ്മുടെ ഉടുപ്പൂരി കാണാൻ മാതിരി കളയാൻ പറ്റിയ പരിപാടി ഇല്ലല്ലോ ഇത്. അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെതായ വിഷമം കാര്യങ്ങളിലേക്ക് ഉണ്ടാവും. പക്ഷേ നമ്മളെ ഒരാൾ ചവിട്ടി തേക്കാന്ന് കണ്ടു കഴിഞ്ഞാല് അവിടെ നിന്ന് പതുക്കെ നമ്മൾ മാറണം. അത് ഏതൊരു റിലേഷൻ ആണെങ്കിലും അവിടെ നിന്ന് മാറണം നമ്മള്. അപ്പൊ അങ്ങനെ മാറണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ കുന്തിരിക്കം വേണം. കുന്തിരിക്കം ഉദ്ദേശിച്ച് ബേസിക് ആയിട്ട് ജീവിക്കാനുള്ള കാശ് വേണം. അതിനെന്ത് വേണം? നമുക്കൊരു പ്രൊഫഷൻ വേണം. അതിനെന്ത് വേണം? നമുക്ക് പഠിപ്പ് വേണം. മനസ്സിലായ? അപ്പൊ നിങ്ങള് ഇപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ചെങ്കിൽ കുറെ രാജ്യങ്ങളിലേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ട്. പലർക്കും പല സാഹചര്യം ആയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാല് ജീവിതം എന്താ പറയാ പ്രാരാബ്ദമായിട്ട് തന്നെ മുന്നോട്ട് പോകുമ്പോ ഒരാൾ ജോലിക്ക് പോവാ, ഒരാൾ വീട്ടിലിരിക്കാന്നെങ്കിൽ പറയും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒന്നുകിൽ ബാക്കപ്പ് ഫണ്ട് മര്യാദയ്ക്ക് നിങ്ങളുടെ വേണം, കുറച്ചാൾ പിടിച്ചു കാണുള്ളത് ഒറ്റപ്പെട്ടാലും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാന്ന് പറഞ്ഞ മാതിരി വേണ്ടി വന്നു കഴിഞ്ഞാൽ എടുത്ത് പ്രയോഗിക്കാൻ പറ്റാവുന്ന ഒരു പ്രൊഫഷന്റെ ഒരു ബാക്കപ്പ് എപ്പോഴും കയ്യിൽ വെക്കണം നിങ്ങൾ. അതുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചു വിരിച്ച് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതേമാതിരി എന്താ പറയാ കൂടെ നിൽക്കുന്നവൻ നൈസായിട്ട് മുങ്ങി കഴിഞ്ഞാൽ പെടും. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ എനിക്കറിയാം ചേച്ചി എന്നെ ഇന്ന് കാലത്ത് വിളിച്ച പുള്ളിക്കാരത്തി വീഡിയോ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ തന്നെ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്, കാനഡ എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. അപ്പോ അതിനകത്ത് ഒരു ഇതും മേടിക്കണ്ട. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നാട്ടില് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ മോശല്ലേ എന്ന് പറഞ്ഞത്, നാട്ടുകാർക്ക് ഇതല്ലെങ്കിൽ അടുത്തത് അവര് 4 ദിവസം പറഞ്ഞു നടക്കും, മറ്റേത് അങ്ങനെയായി, മറ്റേത് ഇങ്ങനെയായി, അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് 5ന്റെ അന്ന് അവർക്ക് വേറെ കിട്ടും, അവരങ്ങോട്ട് പോവും. നമ്മൾ അത്ര അങ്ങോട്ട് നോക്കണ്ട. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം അതൊക്കെ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യങ്ങളാ. ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അടുത്തോളം കിട്ടണവരെ അതിങ്ങനെ കൊണ്ടു നടക്കും. അത് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോവും എന്ന് പറഞ്ഞ പോലെ. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു, വീട്ടില് ഒരു ഫാമിലി ആംബിയൻസ്, മക്കൾക്ക് അപ്പന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അപ്പൻ എന്ന് പറയുന്ന ആൾക്ക് മക്കളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പണിക്ക് പോവെന്റെ ചേച്ചി, പോവില്ല.
അപ്പോ ഇതൊരു ടോക്സിക് ആയിട്ടൊരു ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത് അവിടെ. അപ്പോ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതൊരു ഇപ്പോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും ഭാര്യയ്ക്ക് ജീവിക്കണ്ടേ? അപ്പൊ അപ്പനുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളില്ല. അപ്പനുണ്ടെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ മെച്ചങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. പക്ഷെ അത് ഉള്ള പോലെ ഉണ്ടാവണം. നമ്മുടെ മക്കള് പൊട്ടന്മാരല്ല, നല്ല ബുദ്ധിയുള്ള പിള്ളേരാ. അവർക്ക് കാര്യം മനസ്സിലാവും, അവർ മിണ്ടാണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ അതിൽ വലിയ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പിന്നെ നാട്ടില് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമല്ലേന്ന്, ഒരു വിഷമവും ഇല്ല. ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മളൊരു ട്രൈ ചെയ്യണു, നല്ലൊരു ഇതില് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മളത് വിടുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അബ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന റിലേഷനിൽ നിന്നുകൊണ്ട് ക്ഷമിക്കണം സഹിക്കണം ഞാൻ പറയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ലത്. നമുക്ക് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് അവിടുന്ന് പതുക്കെ മാറി നിൽക്കുക. ഒരു പരാതി അതിന്റെ പേരിൽ ഇപ്പോൾ ഒരു ദൈവം നമ്മളോട് കോപിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന കുറെ ആൾക്കാർ, നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് പറയും, എടാ ഇത് നീ ഇങ്ങനെ ഒരു അനുഭവകഥയും പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ഭയങ്കര ഇതാണല്ലോടാ എന്ന് പറയും. പക്ഷെ സത്യം പറഞ്ഞാലേ എനിക്ക് ഇതിങ്ങനെ കേൾക്കുമ്പോ എനിക്ക് പറയാണ്ടിരിക്കാൻ തോന്നില്ല. അവിടെയാണ് എന്റെ പ്രശ്നം വരണേ. ഇങ്ങനെ ഉണ്ടാവുമ്പോ ഞാൻ ചിന്തിക്കണ എന്താ വെച്ചെങ്കിലാ, ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ഇതൊരു ഇപ്പൊ ഒരു പെണ്ണ് ഒരു ഭർത്താവ് ഒറ്റടിക്ക് റോട്ടിട്ടിട്ട് പോയി, അവിടെ നിന്ന് ആ പെണ്ണ് ഉയർത്ത് നേറ്റ് ഇപ്പൊ എവിടെ നിക്കണേ? അതൊരു ഭയങ്കര ഒരു ഹീറോയിൻ ആയിട്ടുള്ള നമ്മൾ എടുക്കേണ്ട ഒരു മോറൽ സ്റ്റോറി ഒക്കെ ഉണ്ട് അതിനകത്തെ. അപ്പൊ അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണണേ. അപ്പൊ ഇതേമാതിരി നിങ്ങൾ കാണണമെന്നാണ് എന്റെ പ്രതീക്ഷ, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് എനിക്കിത് കഥ പറച്ചിലേക്ക് സത്യം പറഞ്ഞാൽ നിർത്തണമെന്നുണ്ട്. പക്ഷെ നമ്മളോരോരുത്തർ വിളിച്ചിങ്ങനെ പറയുമ്പോ എവിടെയെങ്കിലേക്കും ആരുടെയെങ്കിലും തലയിലേക്ക് കുറച്ച് വെളിച്ചം വീശാനായിട്ട് ഇതുകൊണ്ട് പറ്റുന്ന വെച്ചെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വീണ്ടും മറ്റു വീഡിയോ ആയിട്ട് കാണാം. ശരി.